ശബരിമലയിൽ നടവരവ് കുറഞ്ഞു. 39 ദിവസത്തെ നടവരവ് 204 കോടി 30 ലക്ഷത്തി 76,704 രൂപയാണ്. കഴിഞ്ഞ തവണ ഇത് 222 കോടി 98 ലക്ഷത്തി 70,250 രൂപയായിരുന്നു. 18 കോടി 67 ലക്ഷത്തിന്റെ കുറവാണ് ഇത്തവണയുണ്ടായിരിക്കുന്നത്. ജനുവരി 15 വൈകുന്നേരമാണ് മകരവിളക്ക്. ജനുവരി 12 എരുമേലി പേട്ടതുള്ളൽ. ഈ വർഷത്തെ കണക്ക് 204 കോടി 30 ലക്ഷത്തി 76,704. 204, 30, 76, 704. കഴിഞ്ഞ വർഷം 222 കോടി 98 ലക്ഷത്തി 70,250. 222, 98, 70, 250. വ്യത്യാസം 18 കോടി 67 ലക്ഷത്തി 93,546. 18, 67, 93, 546 വ്യത്യാസം. അതിൽ അരവണയിൽ 90 ഈ വർഷത്തെ വരവാണ് 96 കോടി 32 ലക്ഷത്തി 44,610. 96, 32, 44, 610. കഴിഞ്ഞ പ്രാവശ്യം ഇതേ സമയത്ത് 103 കോടി 97 ലക്ഷത്തി 21,570. 103, 97, 21, 570. വ്യത്യാസം 7 കോടി 6 ലക്ഷത്തി 7 കോടി 64 ലക്ഷത്തി 76,960. 76, 47, 69, 60 വ്യത്യാസം. അപ്പം ഈ വർഷം 12 കോടി 38 ലക്ഷത്തി 76,720. 12, 38, 76, 720. കഴിഞ്ഞ വർഷം 13 കോടി 29 ലക്ഷത്തി 930. 13, 29, 00, 930. വ്യത്യാസം 90 ലക്ഷത്തി 24,210. 90, 24, 210. വലിയ വ്യത്യാസമല്ല, നമ്മൾ വർദ്ധിക്കും. കുത്തകലേലം ഇനിയും കുറെ ചേർക്കാനുണ്ട് ഇതിൽ. അപ്പോൾ കുത്തകലേലവും കുറച്ചുകൂടി കുറെ ചേർത്തിട്ടുണ്ട്. കുറേയും കൂടി ചേർത്ത് വരുമ്പോൾ ഈ കോയിനും കൂടി എണ്ണിക്കഴിയുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ മുന്നിലേക്ക് വരും. ഒരുപാട് വ്യത്യാസം വരും എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തേക്കാൾ മുന്നിൽ. പിന്നെ കൂടുതൽ ആളുകൾ വന്നിട്ടുണ്ട്. അതിനേക്കാൾ കുറച്ച് കൂടുതൽ വന്നിട്ടുണ്ട്. പിന്നെ അപ്പോൾ അതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ടോട്ടൽ 204 കോടി 30 ലക്ഷത്തി 76,704. 204 കോടി 30 ലക്ഷത്തി 76,704. 204, 30, 76, 704. 704. കഴിഞ്ഞ വർഷം 222 കോടി 98 ലക്ഷത്തി 70,250. 222, 98, 70, 250. വ്യത്യാസം 18 കോടി 67 ലക്ഷത്തി 93,546. 18, 67, 93, 546. പക്ഷെ അതിൽ ഈ കുത്തകലേലത്തിൻ്റെ കുറച്ച് ആഡ് ചെയ്യാനുണ്ട്. മറ്റേ കോയിൻസിൻ്റെയും കൂട്ടി ഉറപ്പായിട്ട് വരും. 18 കോടി കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കൂടുതൽ വരും ഉറപ്പായിട്ടും. കുറവരില്ല, കൂടാനേ സാധ്യത. പക്ഷെ അത് ചേർത്തിട്ടില്ല. അത് നമുക്ക് ചേർത്ത് കൃത്യമായി മകരവിളക്ക് കണക്ക് പറയാം. പമ്പയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ അനുവദിച്ചാൽ വാഹനങ്ങൾ വഴിയിൽ തടയുന്ന പ്രശ്നം പരിഹരിക്കാമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. പമ്പയിലെ പാർക്കിംഗ് സംബന്ധിച്ച് 2 ആഴ്ച മുൻപ് അപേക്ഷ നൽകിയിട്ടും കോടതി ഇടപെടാതിരിക്കുന്നത് സങ്കടകരമാണെന്നും പ്രശാന്ത്. 11 മണിക്ക് ശേഷം വരുന്ന ആളുകളെ നമുക്ക് നിലയ്ക്കൽ നിന്ന് കയറ്റിവിടാൻ പറ്റില്ല. കാരണം നമ്മൾ 5 മണിക്കാണ് ഇവിടെ നട തുറക്കുന്നത്. നാളെ ഇതില്ല, കുഴപ്പമില്ല. നാളെ ഇപ്പോൾ നമുക്ക് 3 മണിക്ക് തന്നെ തുറക്കുകയില്ലേ. നാളെ 3 മണിക്ക് തുറക്കുകയില്ലേ. കുറേ അങ്ങനെ ഉണ്ട്. കുറേ ഇപ്പം നമുക്കറിയാം, തമിഴ്നാട്, ആന്ധ്ര അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ നിന്നെത്തുന്നവർ ഈ തങ്കയെങ്കിൽ ദീപാരാധനയുടെ കണ്ടേ ഇറങ്ങൂ എന്നുള്ളൊരു താല്പര്യമുണ്ട് അവർക്ക്. ഇതിപ്പോൾ നമുക്ക് ഇവരോട് അഭ്യർത്ഥിക്കാനല്ലേ പറ്റുള്ളൂ. നമുക്ക് മറ്റെന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല. അപ്പം പരമാവധി നമ്മൾ അഭ്യർത്ഥിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ ഒരു താല്പര്യമാണ്. നമുക്ക് അവരെ എങ്ങനെയാണ് നമുക്കത് ശാസിക്കാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് നടത്തുന്നത്.